ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇടവപ്പാതി മഴയുടെ ചോട്ടിൽ ഞാൻ ഇതായി എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് പരിപാടിയായിട്ടാണ്. നമ്മുടെ വീട്ടിലെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാനെടുത്ത് കറി വെക്കാന്ന് വിചാരിച്ചു. അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പൊ നമ്മുടെ പാത്രായുധത്തിന് ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണയും കടുവും ഇട്ട് എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ ഈ എണ്ണയും കടുവുമായിട്ട് സംസാരിക്കാൻ വിട്ടിരിക്കുകയാണ്. ഇവരുടെ സംസാരം എത്രത്തോളം റെഡിയാവുന്നു അത്രത്തോളം നമ്മൾ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇവരുടെ ടേസ്റ്റ് ഒന്ന് കൂടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിനോളം രുചി അപ്പനും ഇല്ലെന്നാണല്ലോ. അപ്പൊ തോമസ് കുട്ടി, രുചി നമുക്ക് മുഖ്യാണ് കേട്ടാ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ സംസാരശേഷി കൂടുന്നതിനായിട്ട് വെള്ളത്തിന് അത്യാവശ്യമാണ്. എന്നിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പ ഇവിടെ തറയിൽ കിടക്കുകയാണ്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ശക്തി കൂടുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. അപ്പോൾ ദേ ഇവര് വെള്ളം വറ്റുന്നത് വരെ ഞങ്ങൾ ഇത് ഇളക്കി കൊടുക്കുക. എങ്കിൽ ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ. വെറുതെ വെള്ളം മാത്രമായി ടേസ്റ്റ് ഇല്ല. ഈ ഉള്ളി, തക്കാളി, നമ്മുടെ പച്ചമുളക് ഇതൊക്കെ എടുത്ത് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ലച്ചിക്ക് തന്നെ വയൽ വെള്ളം ഊറുന്നു. അങ്ങനെ ദേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ഈ എണ്ണയിൽ ഈ മുളക് പൊടി മസാലകളൊക്കെ വെള്ളത്തിൽ കിടന്ന് വേവുന്നതിനേക്കാൾ നല്ലത് എണ്ണയിൽ കിടന്ന് വേവുന്നതാണ്. കൊളസ്ട്രോൾ ഉള്ളവരൊന്നും ഇത് പരീക്ഷിക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ കൊളസ്ട്രോൾ ഇല്ലാത്തതിനാൽ ഞാനിത് പരീക്ഷിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി, മീനും മീനല്ല, മട്ടൺ, ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബെറോട്ട ഒരു കറി ഉണ്ടാക്കുന്നത്. ഉള്ളിക്കറിയിൽ ആ ടേസ്റ്റുകളെല്ലാം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ദേ മല്ലിച്ചപ്പ് ഇട്ട് റെഡിയാക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ദേ വെള്ളം, എന്നിട്ട് ലാസ്റ്റ് ഈ എണ്ണയിൽ ഈ മസാലകളെല്ലാം മൂക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ എണ്ണയിലാണ് മൂപ്പിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഈ മസാലകളെല്ലാം മൂത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം ഒഴിച്ച് ഈ വെള്ളത്തിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഒന്ന് വെന്ത് റെഡി ചെയ്ത് ഇപ്പോൾ ഈ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. ഇപ്പോൾ കറിയായിട്ട് എടുക്കണമെന്ന് ആവശ്യമുള്ളവർ ലാസ്റ്റ് കറി വെള്ളം ഒന്ന് വറ്റിക്കാതിരുന്നാൽ മതി. ഇതേ നമ്മുടെ ബെറോട്ട ഞാൻ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ വെച്ച ഉള്ളിക്കറിയുടെ മണം അതിൽ കപ്പലൊട്ടിക്കാനുള്ള വെള്ളമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് ആമിന സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ബ്ലറി ബ്ലാസ്റ്റ് വിത്ത് ആമിന ഷാഹിൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. I'm an addict for your love. It keeps me high, keeps me high.